ഹായ്, അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ മക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ മുമ്പും ചിക്കൻ മക്രോണി തയ്യാറാക്കിയിട്ടുണ്ട്, അത് വൈറ്റ് സോസിലാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന നല്ല ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റിൽ എങ്ങനെ മക്രോണി തയ്യാറാക്കാമെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ്. മാക്രോണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 കിലോ മാക്രോണി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അടിഭാഗം കട്ട പിടിച്ച് പോകും. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാക്രോണി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ 2 മുട്ട പൊരിച്ചെടുക്കുകയാണ്. സാധാ ഓംലെറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി പൊരിച്ച് ചിക്കി എടുത്താൽ മതി. ഇവിടെ നല്ല ഇടിയും കാറ്റും ഒക്കെ അടിക്കുന്നുണ്ട്, വേനൽ മഴ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കി ചിക്കി എടുക്കാം. മാക്രോണി റെഡിയാക്കാൻ ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1.5 സവാള ഉണ്ട് ഇട്ടത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ആയിട്ട് ഞാൻ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് സോസുകളൊക്കെ ചേർക്കാം. 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, പച്ചമുളക് ഞാൻ കുറച്ച് ചേർത്തതാണ്. 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ക്യാപ്സിക്കം ചേർത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് മിക്സ് ചെയ്തതാണ്. കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട ചിക്കിയതും ചേർത്ത് കൊടുക്കാം. രണ്ട് മുട്ടയാണിത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ മക്രോണിയിലും ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സോയാ സോസിലും ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, ടൊമാറ്റോ സോസിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം.
മക്രോണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചിക്കനും എല്ലാം വെജിറ്റബിൾസൊക്കെ ഉള്ളി ടൊമാറ്റോ എല്ലാം ഇതിലേക്ക് മക്രോണിയിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി മക്രോണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ടേസ്റ്റിൽ വരുന്നത്. പത്തിരിയൊക്കെ എപ്പോഴും കുട്ടികൾക്ക് കൊടുത്ത് മടുപ്പ് വരുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാൽ കുട്ടികൾക്കും തൃപ്തിയാവും, നമ്മൾക്ക് മറ്റൊരു റെസിപ്പി പരീക്ഷിച്ചറിയുന്നതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.